മ്യൂച്വൽ ഫണ്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾക്കിടയിൽ തന്നെയുണ്ട്. പക്ഷേ പലർക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ ABCD അറിയില്ല. ശരിക്കും സാധാരണക്കാരുടെ സ്റ്റോക്ക് മാർക്കറ്റാണ് മ്യൂച്വൽ ഫണ്ട്. ചെറിയ പൈസക്ക് ഒരുപാട് സ്റ്റോക്സിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 1963 മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണപ്പെട്ട ആൾക്കാരെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് RBIയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും നേതൃത്വത്തിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ എടുത്ത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതൊക്കെ നമ്മൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇൻഫർമേഷൻ ഫ്ലഡഡ് ആയിട്ടുള്ള ഈ ഒരു കാലത്ത് നമ്മൾക്ക് വേണ്ടത് മാത്രം പഠിക്കുക എന്നുള്ളതും ഒരു കഴിവാണ്, അല്ലേ? നമ്മൾ എന്തിനാണ് പഠിക്കേണ്ടത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസ് തരികയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതം ഒരു പടി മുന്നിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട്, ഇത് എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ആ ഗുണം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. Let us first understand the basic അല്ലെങ്കിൽ primary difference between the share market and mutual funds. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ്. ഷെയർ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു കമ്പനീനെ പറ്റി മനസ്സിലാക്കുന്നു, എന്നിട്ട് ആ കമ്പനീൻ്റെ ഷെയർ പോയിട്ട് വാങ്ങുന്നു, അല്ലേ? അപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഒരു കമ്പനീൻ്റെ ഒരു ഷെയർ അല്ലെങ്കിൽ 2 ഷെയർ 100 ഷെയർ ഇങ്ങനെയാണ് വാങ്ങുന്നത്. അല്ലാണ്ട് 1.25 ഷെയർ 2.25 ഷെയർ 2.25 ഷെയർ ഇങ്ങനെ വാങ്ങാൻ പറ്റില്ലല്ലോ, പറ്റൂല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുക്കുന്നു, നിങ്ങളുടെ ഫണ്ട് മാനേജർ നിങ്ങളുടെ പൈസ എടുത്ത് പല സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സ്കീമിനനുസരിച്ച് നിങ്ങൾ ഇക്വിറ്റി ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ഡെറ്റ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം പല ബോൺഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് എന്താണ്? യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫണ്ട് മാനേജർ HDFC, റിലയൻസ് അതുപോലെ മാരുതിൻ്റെ ഈ 3 ഷെയർസിലും ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് തരുന്നു. ഈ യൂണിറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസിൻ്റെ ഷെയറിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ, HDFC ഷെയറിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ, മാരുതിൻ്റെ ഷെയറിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ, ഇങ്ങനെ കംപ്ലീറ്റ് ഒരു മിക്സ്ചറാണ് ഉണ്ടാവുക. അല്ലാണ്ട് ഇവിടെ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഇവിടെ നിങ്ങൾ യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ്. ഈ യൂണിറ്റിൽ എന്താണ് ഉണ്ടാവുക? അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പോർഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്, മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. ഇന്ത്യയിൽ സെബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്താലേ മ്യൂച്വൽ ഫണ്ട്സിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആരാണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ബേസിക്കലി സെബി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് അതോറിറ്റിയാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് ഓഫ് പീപ്പിൾ, കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അവിടെ ഇരുത്തി വെച്ചിട്ടുണ്ട്. അവരാണ് ഈ സെബിയിലുള്ളത്. അവരെന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തട്ടിപ്പും നടക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യും. ഇതൊക്കെ ഫോളോ ചെയ്താലേ കമ്പനി ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും തട്ടിപ്പാക്കി കഴിഞ്ഞാൽ സെബി ഇടപെടും, കേസാവും, പ്രശ്നമാക്കും. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെ ഒരു ഗവൺമെൻറ് അതോറിറ്റി ഉണ്ടാവും. അതായത് അവരുടെ രാജ്യത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് സെബി ആരാണോ അതുപോലെ അമേരിക്കയിലുള്ള ഈ റെഗുലേറ്ററിൻ്റെ പേരെന്താണെന്നറിയോ? നിങ്ങൾ മാർക്കറ്റ് ന്യൂസ് വായിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇനി മാർക്കറ്റ് ന്യൂസ് വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വാക്ക് കാണും. SEC എന്ന് കണ്ടിട്ടുണ്ടോ? SEC എന്താണ്? അമേരിക്കക്കാരൻ്റെ സെബി, അല്ലെങ്കിൽ നമുക്ക് സെബി എങ്ങനെയാണോ അതുപോലെയാണ് അമേരിക്കക്ക് SEC, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? SEC എന്തെങ്കിലും തട്ടിപ്പൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ ഈടാക്കുന്ന പിഴ അല്ലെങ്കിൽ അവർ ചുമത്തുന്ന പിഴ എത്രയാണെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ഭീമമായ എമൗണ്ടാണ് SEC ഒക്കെ എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ കൊടുക്കാറ്. ശരിക്കും നമ്മുടെ സെബി അതുപോലെയൊക്കെ ആവണം, അല്ലേ? പക്ഷെ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, നമ്മുടെ പണം സുരക്ഷിതമാക്കാനുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മുടെ സെബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് തുടങ്ങുന്നതെന്നറിയോ? ഇപ്പം ഒരാൾക്കൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങണം. അങ്ങനെ കൂപ്പ ആൾക്കൊന്നും പോയിട്ട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്ന ആളെ നമ്മൾ സ്പോൺസർ എന്ന് പറയും. ഒരു കമ്പനി തുടങ്ങുന്ന ആൾ ആരാണ്? പ്രൊമോട്ടർ. നമ്മൾ
ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ പഠിച്ചതാണ്. കമ്പനി തുടങ്ങുന്ന ആൾ പ്രൊമോട്ടറാണ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്ന ആൾ സ്പോൺസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്കൊന്നും പോയിട്ട് സ്പോൺസർ ആവാൻ പറ്റില്ല. ഈ സ്പോൺസർ ആവണമെങ്കിൽ പല ക്രൈറ്റീരിയാസ് മെറ്റ് ചെയ്യണം. സ്പോൺസർ ഫിനാൻസ് സർവീസസിൽ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്പോൺസറിൻ്റെ നെറ്റ് വർത്ത് കഴിഞ്ഞ് 5 കൊല്ലം പോസിറ്റീവ് ആയിരിക്കണം. സ്പോൺസർ ഒരു കഴിഞ്ഞ 5 കൊല്ലത്തിലൊരു 3 കൊല്ലം തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ പല റെഗുലേഷൻസ് അല്ലെങ്കിൽ പല റൂൾസ് സെബി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മനുഷ്യന് സ്പോൺസർ ആവാൻ പറ്റുമോ ഈ ഒരു കേസിൽ? ഇവിടെ സെബി സെറ്റ് ചെയ്തൊരു കണ്ടീഷൻ 5 years ആയിട്ട് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിലുള്ള ആളായിരിക്കണം സ്പോൺസർ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ വരുമോ സ്പോൺസറായിട്ട്? ഒരു മനുഷ്യനാണോ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം ബിസിനസ്സുകാരാണ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ ബിസിനസ്സുകാർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ആദ്യം അവരൊരു കമ്പനി ഉണ്ടാക്കും, ഒരു കമ്പനി ഫോം ചെയ്യും, എന്നിട്ട് അതിലൂടെ അവർ പ്രവർത്തിക്കും, അതിലൂടെ അവർ പൈസ ഉണ്ടാക്കും. മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും സമർത്ഥമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഈ കമ്പനി എന്ന സങ്കല്പം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, റൈറ്റ്? ഇത് വളരെ മനോഹരമായിട്ട് സാപ്പിയൻസ് എന്ന ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. ആ ബുക്ക് വായിക്കുക, ഓക്കെ? അപ്പോൾ ഇവിടെ സ്പോൺസറായിട്ട് മിക്ക കേസിലും വരുന്നത് ഫിനാൻസ് സർവീസസിലുള്ള ബിസിനസ് ആയിരിക്കും. മിക്ക കേസിലും ബാങ്ക്സ് ഒക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്പോൺസർ പേരാണ് മിക്ക കേസിലും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടാവുക. ഈ സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്പോൺസർ ആവാം, വേണമെങ്കിൽ ഫോറിൻ സ്പോൺസർ ആവാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ്, അതായത് ഇന്ത്യയിലെ ഒരാളും ഫോറിനിലൊരാളും, അങ്ങനെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റും. അതിന് ഉദാഹരണമാണ് SBI മ്യൂച്വൽ ഫണ്ട്. SBI ആണ് അതിൻ്റെ സ്പോൺസർ. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, ICICI പ്ലസ് പ്രൊഡൻഷ്യൽ എന്ന് പറയുന്നത് ഫോറിൻ സ്പോൺസറാണ്. അതുപോലെ ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ മ്യൂച്വൽ ഫണ്ട് കംപ്ലീറ്റ്ലി ഫോറിൻ സ്പോൺസറാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും മ്യൂച്വൽ ഫണ്ട് സ്പോൺസർമാർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ സ്പോൺസറിൻ്റെ റെപ്യൂട്ടേഷനും സ്പോൺസർ ആരാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സെബിൻ്റെ റൂൾസ് പ്രകാരം അടിപൊളിയായിട്ടുള്ള ഒരാൾക്കേ സ്പോൺസർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സ്പോൺസറിൻ്റെ പേരാണ് മിക്കപ്പോഴും മ്യൂച്വൽ ഫണ്ടിന് ഇടുക. എന്തുകൊണ്ടായിരിക്കും സ്പോൺസർ പേരിടുന്നത്? ദിനേശൻ മ്യൂച്വൽ ഫണ്ട്. ആരെങ്കിലും പോയി വാങ്ങുമോ ദിനേശൻ മ്യൂച്വൽ ഫണ്ട്? ഈ ദിനേശൻ എന്നുള്ള പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണം, ഞാൻ എൻ്റെ പേരിനിടാം, സജ്ന മ്യൂച്വൽ ഫണ്ട്. ഞാൻ പോയി വാങ്ങുമായിരിക്കും, പക്ഷെ നിങ്ങളാരും വാങ്ങണമെന്നില്ല. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേരായിരിക്കും മ്യൂച്വൽ ഫണ്ടിന് കൊടുക്കേണ്ടത്. പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പോയിട്ട് വാങ്ങാൻ തോന്നണം. അപ്പോൾ അധിക കേസിലും സ്പോൺസറുടെ പേരാണ് മ്യൂച്വൽ ഫണ്ട്സിന് ഇടുക, ഓക്കെ? ഇനി ഈ മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ, ഇന്ത്യയിലൊരു ട്രസ്റ്റായിട്ടാണ് രൂപീകരിക്കേണ്ടത്. ട്രസ്റ്റ് കേൾക്കുമ്പോൾ പഠിക്കുന്നു വേണ്ട, നമുക്കൊരു കോമൺ സെൻസിൽ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? പല കമ്പനീസിൻ്റെയും ഷെയർസ് വാങ്ങുന്നു, അല്ലേ? ഇതൊക്കെ ആരെയാണ് നോക്കി നടത്തുക? ഒരു കമ്പനി ഫോം ചെയ്ത് നോക്കി നടത്താൻ പറ്റുമോ? കമ്പനിക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഇല്ലേ? കമ്പനി ബേസിക്കലി പ്രോഫിറ്റ് ഉണ്ടാക്കണം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം, അല്ലേ? എന്തെല്ലാം നമ്മൾ പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. അതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ ഷെയർസ് വാങ്ങുന്നു, ബോൺസ് വാങ്ങുന്നു, ഇതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണം, ഈ അസറ്റ്സ് ഒക്കെ. അതാണ് ബേസിക്കലി ഒരു ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരു ട്രസ്റ്റാണ്. അപ്പോൾ എന്താണ് ട്രസ്റ്റ് എന്നൊന്ന് ആലോചിച്ച് നിങ്ങൾ തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മനസ്സിലാക്കുക. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ, അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും, അസറ്റ് മാനേജ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി സെബിക്ക് റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്ന ആളാണ് ഈ ട്രസ്റ്റ്. കാരണം സ്പോൺസറിന് വന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല, ഒരാളെ ഏൽപ്പിക്കണം. അപ്പോൾ ഒരു ട്രസ്റ്റ് എന്ന രീതിയിൽ അത് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിനെ അത് ഏൽപ്പിച്ചു. നിങ്ങൾ നോക്കി റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കുക എന്ന രീതിയിൽ ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് AMC, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് നമ്മളുടെ പൈസയൊക്കെ എടുത്ത് പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കുന്നത്. ഈ ഫണ്ട് മാനേജറൊക്കെ വരുന്നത് ഈ AMCൻ്റെ അണ്ടറിലാണ്. ആക്ച്വലി ഈ ട്രസ്റ്റൊക്കെ AMCൻ്റെ ഫങ്ഷൻസൊക്കെ കൃത്യമായിട്ട് വീക്ഷിക്കും, എന്നിട്ട് അതൊക്കെ സെബിക്ക് റിപ്പോർട്ടായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വരാം. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൈസ എടുത്തിട്ട് ഷെയർസ് വാങ്ങുന്നു, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വാങ്ങുന്നു. ഈ വാങ്ങിയ സാധനങ്ങൾ എവിടെ സൂക്ഷിക്കും? AMCയിൽ തന്നെ അത് സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് അട്ടിമറിയൊക്കെ ചെയ്തൂടെ? ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ സെബി പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സെക്യൂരിറ്റീസൊക്കെ വാങ്ങിച്ചോ, പക്ഷേ നിങ്ങൾ സൂക്ഷിക്കേണ്ട, നിങ്ങൾക്ക് പകരം വേറൊരാൾ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെബി ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ AMC ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കണം. അയാൾ വേണം ഈ സെക്യൂരിറ്റീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. നമ്മൾ ഷെയർസൊക്കെ വാങ്ങിയാൽ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡിമാറ്റ് അക്കൗണ്ടിൽ, അല്ലേ? അതേപോലെ ഈ AMC വാങ്ങിയ സെക്യൂരിറ്റീസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ആണ് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ മിക്ക കേസിലും ബാങ്ക്സ് ആണ്. ബാങ്ക്സ് ആണ് കസ്റ്റോഡിയനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൈസ എടുത്തിട്ട് AMC റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓടിപ്പോകുന്നില്ല. അഥവാ AMCക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മാറണമെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ മാറാനൊന്നും പറ്റില്ല.
ഈ സിസ്റ്റം ഫംഗ്ഷനായിട്ട് സ്മൂത്ത് ചെയ്യേണ്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സെബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന വേറൊരാളാണ് RTAs എന്ന് പറഞ്ഞ ആൾ, അതായത് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസ്. ഇവരൊന്നിച്ചാണ് പറയുക RTA എന്ന് പറഞ്ഞിട്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ റെക്കോർഡ്സൊക്കെ സൂക്ഷിച്ച് വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, അല്ല മെയിലായിട്ട് വരും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ സ്കീമിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മെയിലായിട്ട് വന്നിരിക്കാം. ഇതൊക്കെ വരുന്നത് ഈ RTAസിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ സെബീൻ്റെ നിയമപ്രകാരം ഈ RTAസും സെബീൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ബേസിക്കലി നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നൊരു സാധനമാണ് RTA. നമ്മളുടെ എല്ലാ റെക്കോർഡ്സും സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യും. വേറൊരു ഇൻവെസ്റ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഈ RTAs. ഈ RTA വേണമെങ്കിൽ AMC തന്നെ ആവാം, അതായത് AMCക്ക് തന്നെ ഒരു RTA ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സർവീസായ അതായത് CAMS പോലുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള RTAസിനെ കൊണ്ട് നമ്മൾക്ക് ഈ ഒരു സർവീസസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസറിനെ പറ്റിയിട്ടോ ഇവരുടെ ഇവരൊക്കെ മര്യാദക്ക് തന്നെയാണോ ചെയ്യുന്നത്, ഇവരൊക്കെ ശരിക്കും നമ്മളെ പൈസയൊക്കെ എടുത്ത് ഓടിപ്പോകുമോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല നിങ്ങൾ വിഷമിക്കേണ്ടത്. അതൊക്കെ നോക്കാൻ സെബി ഉണ്ട്. നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ ബെസ്റ്റ് സ്കീംസ് സെലക്ട് ചെയ്യണം. നല്ല റിട്ടേൺസ് തരുന്ന സ്കീംസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനും പലതരത്തിലുള്ള സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ HDFC മ്യൂച്വൽ ഫണ്ട്. HDFC മ്യൂച്വൽ ഫണ്ട് മെയിൻ മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ അണ്ടറിൽ പല സ്കീംസ് ഉണ്ട്. HDFC മിഡ് ക്യാപ്പ് ഉണ്ടാവും, HDFC സ്മോൾ ക്യാപ്പ് ഉണ്ട്, HDFC ഹൈബ്രിഡ് ഫണ്ട്, HDFC ഇക്വിറ്റി ഫണ്ട്, HDFCൻ്റെ ഡെറ്റ് ഫണ്ട്, അങ്ങനെ പല ഫണ്ട്സ് ഉണ്ടാവും, പല സ്കീംസ് ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മെയിൻ മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ അണ്ടറിൽ പല സ്കീംസ് ഉണ്ടാവും. SBI സ്മോൾ ക്യാപ്പ്, SBI മിഡ് ക്യാപ്പ്, ബ്ലൂ ചിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള സ്കീംസ് SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടറിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അണ്ടറിലുള്ള പലതരം സ്കീംസിനെ അനലൈസ് ചെയ്ത് ഏതാണ് നമ്മൾക്ക് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ ബാക്ക് എൻഡിലുള്ള കാര്യങ്ങളൊക്കെ സെബിക്ക് വിട്ടുകൊടുക്കുക. അവർ നല്ലപോലെ അത് റെഗുലേറ്റ് ചെയ്യും. നമ്മൾ നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും പൈസ ആദ്യം സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്യുക, ഏതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്യണം. അതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴല്ലോ നമ്മൾക്ക് നമ്മുടെ ലൈഫിനോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നും. നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണെന്നുള്ളൊരു ഫീല് വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സെബിയുടെ അണ്ടറിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ എല്ലാ പണവും എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് എവിടെയും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, FDയിലും കുറച്ച് ഇടുക, PPFൽ കുറച്ച് ഇടുക, ഗോൾഡ് ബോൺസിൽ ഇടുക, അങ്ങനെ പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിലും നിങ്ങളുടെ പണം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഡിസ്ട്രിബ്യൂട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഫണ്ടിലും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ പണവും പോയിട്ട് ഇക്വിറ്റി ഫണ്ട്സിലിടരുത്, എല്ലാ പണവും പോയി ഡെറ്റ് ഫണ്ട്സിലിടരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി മ്യൂച്വൽ ഫണ്ട്സിൽ ശ്രദ്ധിക്കാനുണ്ട്. മ്യൂച്വൽ ഫണ്ട് സഹി ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഗലത്ത് ഹേ ഹോ, ഹിന്ദിയിൽ ഞാൻ വളരെ മോശമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഗലത്താവും. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക്, പ്ലീസ് റീഡ് ദ ഓഫർ ഡോക്യുമെൻറ്റ് ബിഫോർ യു ഇൻവെസ്റ്റ്. അപ്പോൾ ഓഫർ ഡോക്യുമെൻറ്റ് നമ്മൾ വായിക്കണം. ഈ ഓഫർ ഡോക്യുമെൻറ്റിലുള്ള ചില കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഓഫർ ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ബേസിക്കലായിട്ട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ പറ്റിയിട്ടും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ എന്തിനാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ്. മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയും കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺസ് കിട്ടും. നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തിടണം. ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളിൽ നിന്നാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും കണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇടുക. വൈകിയാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പെട്ടെന്ന് ഇടാൻ പറ്റാത്തത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ സജഷൻസും ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ.